നമ്മളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയാവും നടക്കുന്നുണ്ടാവും അല്ലേ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പം ഇന്ന് നമ്മുടെ ബോഡിയുടെ സ്വന്തം ചിൽ മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പോവാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ കിടിലൻ റിലാക്സേഷൻ സിസ്റ്റത്തെക്കുറിച്ചറിയാൻ റെഡിയായിക്കോളൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളിങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ ശരിക്കും ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോഴും ഹാർട്ട് ബീറ്റൊക്കെ പതുക്കെയാവുമ്പോഴും ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു സിസ്റ്റം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, അറിയാമോ? അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇതിനെ നമുക്ക് ഈ കഥയിലെ ഹീറോ എന്ന് തന്നെ വിളിക്കാം. കാരണം നമ്മൾ ശാന്തരായിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ A to Z കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. അപ്പോ ഈ സിസ്റ്റം എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഇതിന്റെ സ്വാധീനം എന്തൊക്കെയാണ്? വാ, നമുക്കൊരുമിച്ച് നോക്കാം. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മുടെ ശരീരത്തിലൂടെ തന്നെ, മുകളിൽ നിന്ന് താഴോട്ട്. ആദ്യം തലയിൽ നിന്ന് തുടങ്ങും, പിന്നെ നമ്മുടെ മെയിൻ കൺട്രോളറായ വാഗസ് നെർവിലൂടെ പോയി അവസാനം പെൽവിക് ഏരിയയിൽ നമ്മുടെ ഈ യാത്ര നിർത്തും. ശരി, അപ്പൊ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് സ്റ്റോപ്പ് തല, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറയാം. ഇവിടെ നമ്മുടെ കണ്ണുകളിലും ഗ്രന്ഥികളിലുമൊക്കെ ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, ഓരോരോ കാര്യത്തിനും ഓരോ പ്രത്യേക നെർവാണ് ഉത്തരവാദി. നല്ല വെളിച്ചത്തിൽ കൃഷ്ണമണി ചെറുതാവുന്നത് തൊട്ട് ഭക്ഷണം കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നത് വരെ എല്ലാം ഈ സിസ്റ്റത്തിന്റെ കൺട്രോളിലാണ്. ഭയങ്കര സിസ്റ്റമാറ്റിക് ആണല്ലേ? ഓക്കെ, ഇനി നമ്മൾ യാത്രയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ താരം, നമ്മുടെ ശരീരത്തിലെ ഒരു സൂപ്പർ ഹൈവേ എന്ന് തന്നെ വിളിക്കാവുന്ന വാഗസ് നെർവിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിന് അലഞ്ഞു തിരിയുന്നവൻ എന്നൊക്കെ ഒരു വിളിപ്പേരുണ്ട്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. കാരണം കഴുത്തിന് താഴെയുള്ള മിക്കവാറും എല്ലാ പ്രധാന അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ നെർവാണ്. അപ്പൊ അതിന്റെ ഒരു റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസമൊക്കെ പതുക്കെയാവുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ കാരണം ഈ വാഗസ് നെർവാണ്. ഇത് നമ്മുടെ ശ്വാസനാളികളെ ഒന്ന് ചെറുതാക്കി ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറച്ച് ബോഡിയെ നല്ല ക്യാമാക്കി മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് കുറയുന്നില്ലേ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ? അതിന്റെ പിന്നിലും ഈ വാഗസ് നെർവ് തന്നെയാണ്. ഹാർട്ടിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിലൂടെ ശരീരം എനർജി സേവ് ചെയ്യും, ഒരുതരം റീചാർജ് മോഡിലേക്ക് പോകും, അല്ലേ? റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന പേര് വന്നത് സത്യത്തിൽ ഇവിടെ നിന്നാണ്. നമ്മൾ വിശ്രമിക്കുമ്പോൾ വാഗസ് നെർവ് നമ്മുടെ ദഹനവ്യവസ്ഥയെ ഫുൾ പവറിൽ ഓണാക്കും. അതായത് ഭക്ഷണം നന്നായി ദഹിക്കാനും അതിലെ പോഷകങ്ങളൊക്കെ ശരീരം വലിച്ചെടുക്കാനും ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ ബോഡി ടൂറിന്റെ അവസാന സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ശരീരത്തിന്റെ താഴത്തെ ഭാഗമായ പെൽവിക് ഏരിയ. ഇവിടത്തെ കൺട്രോൾ വേറെ ഒരു കൂട്ടം നെർവ്സിനാണ്. യൂറിനേഷൻ പോലുള്ള അത്യാവശ്യം വേണ്ട ചില ഹൗസ് കീപ്പിംഗ് പണികളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പെൽവിക് നെർവ്സാണ്. ഇവിടെയും നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ബോഡിയുടെ ബാലൻസ് നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. യൂറിനറി സിസ്റ്റത്തിന്റെ കൺട്രോൾ മാത്രമല്ല, ഈ നെർവ്സിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലും ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഇത് ഓർത്തുവെക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. അടുത്ത സ്ലൈഡിൽ കാണാം. മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഇടയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കോഡാണിത്, പോയിന്റ്. അതായത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം രക്തക്കുഴലുകളെ വികസിപ്പിച്ച് ഇരക്ഷന് കാരണമാകുന്നു. അതാണ് ഈ പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച ഈ പ്രധാന പോയിന്റുകളെല്ലാം കൂടെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടാലോ? ഒരു സമ്മറി പോലെ. നോക്കൂ, ഈ ടേബിൾ ഒറ്റ നോട്ടത്തിൽ എല്ലാം ക്ലിയർ ആക്കി തരും. തലയിലെ ചെറിയ നെർവ്സ് മുതൽ ശരീരം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന വേഗസ് നെർവ് വരെ, പിന്നെ താഴെ പെൽവിക് നെർവ്സും. ഇവയെല്ലാം എങ്ങനെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാണ് നമ്മളെ ശാന്തരാക്കി വെക്കുന്നതെന്ന് കണ്ടില്ലേ? അപ്പോ നമ്മുടെ ശരീരത്തിലെ ഈ ഓട്ടോമാറ്റിക് ചിൽ മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി, അല്ലേ? ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഡീപ്പ് ബ്രീതിംഗ് പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഈ സിസ്റ്റത്തെ, പ്രത്യേകിച്ച് വാഗസ് നെർവിനെ, നമുക്ക് മനഃപൂർവ്വം ഒന്ന് സ്വാധീനിക്കാൻ പറ്റുമോ? അങ്ങനെ കൂടുതൽ എഫക്റ്റീവായി റിലാക്സ് ചെയ്യാൻ സാധിക്കുമോ? ഇതൊരു നല്ല ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും.